ഹായ്. ഓരോ കാലത്തും മനുഷ്യർ ഓരോ വലിയ പ്രശ്നങ്ങളെ നേരിട്ടിട്ടുണ്ട്. അവയൊക്കെ ശക്തമായി നേരിട്ട് തന്നെ പടവെട്ടി ജീവിതം സുന്ദരമാക്കി മാറ്റിയിട്ടുമുണ്ട്. മുന്നോട്ടുള്ള യാത്രയിൽ മനുഷ്യൻ മതത്തിൻ്റെ പേരിലും ദേശത്തിൻ്റെ പേരിലും നിറത്തിൻ്റെ പേരിലുമൊക്കെ മതിലുകൾ കൊണ്ട് വേർതിരിക്കപ്പെട്ടിട്ടുണ്ട്. അവർ പലപ്പോഴും അതിൻ്റെ പേരിൽ യുദ്ധങ്ങൾ നടത്തി. പലരും മരിച്ചു വീണു. കാലചക്രം കറങ്ങിക്കൊണ്ടിരുന്നു. ഓരോ നിമിഷവും അത് മുന്നോട്ട് തന്നെ കുതിക്കുന്നു. മനുഷ്യൻ്റെ ചിന്തകൾ തീർക്കുന്ന യുദ്ധങ്ങളും പ്രകൃതി ദുരന്തങ്ങളും വീണ്ടും മനുഷ്യനെ വേട്ടയാടുന്നുണ്ട്. പ്രളയവും സുനാമിയും ഉരുൾപൊട്ടലുമൊക്കെ മനുഷ്യനിലേക്ക് കടന്നു വരാം. ഇന്ന് ഈ ചിത്രം തിരഞ്ഞെടുക്കാൻ ഒരു കാരണമുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മൾ കടന്നുപോയ നിമിഷങ്ങൾ, അതിജീവനത്തിൻ്റെ നേർക്കാഴ്ചകൾ, മഹാപ്രളയത്തിൻ്റെ ബാക്കിയായി നമ്മളിവിടെയുണ്ട്. ഈ എപ്പിസോഡ് മഹാപ്രളയത്തിൽ മനുഷ്യനായി നിന്ന എല്ലാവർക്കുമായി സമർപ്പിക്കുന്നു. 1990 ജനുവരി 27 റിലീസ് ചെയ്ത പുറപ്പാട് എന്ന ചിത്രം, ജോൺ പോളിൻ്റെ തിരക്കഥയിൽ ജെ.സി. സംവിധാനം ചെയ്ത് മാക് നിർമ്മാണം നിർവഹിച്ച ചിത്രം, ഔസേപ്പച്ചൻ സംഗീതവും ബിപിൻ ദാസ് ഛായാഗ്രഹണം നിർവഹിച്ച ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് മമ്മൂട്ടി, മുരളി, പാർവതി, സുമലത, ബാലൻ കെ നായർ, തിക്കുറിശി, ജഗതി തുടങ്ങിയവരാണ്. ഒരു മലയോര ഗ്രാമം എന്ന് തന്നെ പറയാം. ആ മലയുടെ ഓരത്ത് കൃഷി ചെയ്ത് ജീവിതം പടുത്തുയർത്തുന്ന ജനത. വർഷങ്ങൾക്ക് മുന്നേ കുടിയേറ്റക്കാരായി വന്ന് ജീവിതം പടുത്തുയർത്തിയവരുടെ മക്കളും പേരക്കുട്ടികളുമൊക്കെയാണ് ഇന്നിവിടെ ജീവിക്കുന്നത്. അവിടെ വന്ന തലമുറയിലെ ഒരാൾ മാത്രമേ ജീവനോടെയുള്ളൂ. കാട് വെട്ടിത്തെളിച്ച് ജീവിതം പടുത്തുയർത്തിയ ഒരു തലമുറയ്ക്ക് ശേഷമുള്ള തലമുറയുടെ കഥ നമ്മൾ ഇരകൾ എന്ന ചിത്രത്തിൽ പറഞ്ഞിരുന്നു. ഇവിടെ ആ തലമുറയിലെത്തുമ്പോൾ കഥയും സംഭവങ്ങളും വേറെയാണ്. തിക്കുറിശി അവതരിപ്പിക്കുന്ന പ്രായമായ വ്യക്തി പറയുന്നുണ്ട്, അന്ന് നമ്മൾ 3 പേരായിരുന്നു. പിന്നെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയുമായി മാറി. അവരുടെ മക്കളായപ്പോഴേക്കും ആ മതത്തിൻ്റെ വിത്തുകൾ വളർന്നു തുടങ്ങി. അടുത്ത തലമുറ വന്നപ്പോഴേക്കും മതം മനുഷ്യനെന്ന ചിന്തയെ തന്നെ ഇല്ലാതാക്കി. അങ്ങനെ ആ സമയത്താണ് കഥ നടക്കുന്നത്. മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ പരസ്പരം കൊന്നും കൊലവിളിച്ച് നടക്കുന്ന ആണിടങ്ങൾ. സ്ത്രീകൾ നിസ്സഹായരാണ്. അവസാനം പോലീസ് വന്ന് വെടിവയ്പ് വരെ എത്തുകയും പിന്നീട് സമാധാനപരമായി ജീവിച്ചു കൊള്ളാമെന്ന തീരുമാനത്തിൽ പോലീസ് ക്യാമ്പ് നിർത്തലാക്കി പോവുകയും ചെയ്യുന്നു. ഈ സമയത്ത് അവിടേക്ക് പുതിയ ഒരാൾ കൂടെ വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ പുതിയ ആളല്ല. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ കൊലപാതക കുറ്റത്തിന് ജയിലിൽ പോവുകയും ശിക്ഷ കഴിഞ്ഞ് പുറത്തു വരുന്ന വിശ്വനാഥൻ. പേര് തന്നെ സൂചിപ്പിക്കുന്നുണ്ട് തുടർ കാഴ്ചകളിൽ എന്താണ് വിശ്വനാഥൻ്റെ റോളെന്ന്. വിഷയം വരുമ്പോൾ തന്നെ തങ്ങളുടെ പക്ഷത്തേക്ക് വരാൻ ഹിന്ദുക്കൾ പറയുന്നുണ്ടെങ്കിലും തൻ്റെ നിലപാട് വ്യക്തമാക്കി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ വീണ്ടും സമാധാനം പുലരും എന്ന് കരുതിയെടുത്ത് പ്രശ്നങ്ങൾ ആരംഭിക്കുകയും ലഹള കലുഷിതമാവുകയും ചെയ്യുന്നു. പക്ഷേ അതിനേക്കാൾ അപ്രതീക്ഷിതമായ സംഗതികളാണ് അന്ന് രാത്രി നടക്കുന്നത്. കനത്ത മഴയിൽ ഉരുൾപൊട്ടലുണ്ടാവുകയും എല്ലാ വീടുകളും നശിക്കുകയും ഏറെ പേർ മരിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും എല്ലാം നഷ്ടപ്പെട്ട മറ്റൊരു പ്രഭാതം. അങ്ങനെ സർക്കാർ ഇടപെട്ട് അവർക്ക് 160 കിലോമീറ്റർ ദൂരെയുള്ള ഒരു മലയോരം നൽകുകയും അവിടേക്ക് പുറപ്പെടാൻ പറയുകയുമാണ്. പുറപ്പാട് എന്ന ചിത്രം മാനവികതയുടെ പക്ഷത്തേക്ക് സഞ്ചരിക്കുന്നതും അവിടെ നിന്നാണ്. ഇങ്ങനെ കലഹിച്ച് നടന്ന ജനത നടന്നും കാളവണ്ടിയിലും ഒരു കൂട്ടമായി തന്നെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുമോ? അവർ നേരിടുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണ്? കാട്ടുപാതകൾ അത്ര സുന്ദരമല്ല. എന്തിനായിരുന്നു വിശ്വം ജയിലിൽ പോയത്? എല്ലാത്തിനുമുള്ള ഉത്തരം സിനിമ നൽകുന്നുണ്ട്. ശക്തമായ തിരക്കഥയിലൂടെ മനുഷ്യൻ എന്ന ജീവിയിലേക്കും മാനവികതയുടെ പക്ഷത്തേക്കും സഞ്ചരിക്കുകയാണ് പുറപ്പാട് എന്ന ചിത്രം. പ്രതിസന്ധികളെ തരണം ചെയ്യുമ്പോൾ അതിൻ്റെ വിജയമാണ് പ്രധാനം. അവിടെ അയിത്തവും ജാതി മനോഭാവവും അന്ധമായ മതചിന്തകളും അടിപതറാൻ മാത്രം ഉതകുന്നതാണെന്ന് ചിത്രം അടിവരയിടുന്നുണ്ട്. പശുവും പന്നിയും തുടങ്ങി മനുഷ്യനെ തമ്മിലടിപ്പിക്കുന്ന കാര്യങ്ങൾ ഇന്നും ഉണ്ടാകുമ്പോൾ വർഷങ്ങൾക്ക് മുന്നേ അവയൊക്കെയും ഈ ചിത്രവും പറഞ്ഞു വച്ചിട്ടുണ്ട്. മതത്തിൻ്റെ പേരിൽ വ്യക്തികൾ നടത്തുന്ന വിദ്വേഷങ്ങൾ തീർക്കാൻ മറ്റുള്ളവരെ കരുവാക്കുന്നതും കാണാം. പ്രകടനത്തിൽ ജഗതിയുടെ റോൾ എടുത്തു പറയേണ്ടതാണ്. കാശ് കടം കൊടുക്കുന്ന സത്യക്രിസ്ത്യാനിയുടെ വേഷം ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യും. മമ്മൂട്ടി ഏറ്റവും കുറവ് മാത്രം സംസാരിച്ച സിനിമകളിൽ ഒന്നായിരിക്കും ഇത്. പക്ഷേ ഒരു വിശ്വത്തിൻ്റെ മൊത്തം ചുമതലകളും ഏറ്റെടുക്കുന്ന മനുഷ്യനെയും മതത്തിനപ്പുറം മനുഷ്യനിലേക്ക് നടക്കുന്ന വ്യക്തിയെയും കാണാം. പുറപ്പാട് കാലത്തിനൊപ്പം തന്നെ സഞ്ചരിച്ച സിനിമയാണ്. മനുഷ്യൻ ഉള്ളിടത്തോളം കാലം വിഭജിക്കാൻ തയ്യാറായി നിൽക്കുന്ന മതിലുകൾ ഉള്ളിടത്തോളം കാലം പുറപ്പാടിൻ്റെ കഥയ്ക്ക് മരണമില്ല. യാത്രയുടെ തിരിച്ചറിവുകൾ മനുഷ്യനെ ചിന്തിപ്പിക്കുന്നുണ്ട്. പക്ഷേ അവിടെയും കടിഞ്ഞാണിടാൻ മോഹന വാഗ്ദാനങ്ങളുമായി വരുന്ന മുതലാളിമാരുണ്ട്. അവസാനിക്കാത്ത പോരാട്ടങ്ങൾ തന്നെയാണ് നിലനിൽപ്പെന്നും അത് മതത്തിൻ്റെ പേരിലല്ലാതെ മനുഷ്യൻ്റെ പേരിലാകണമെന്നും ശക്തമായി തന്നെ പ്രസ്താവിക്കുമ്പോൾ പുറപ്പാട് ഇന്നും സംസാരിക്കുന്ന സിനിമ തന്നെയാണ്. ഓരോ കഥാപാത്രങ്ങൾക്കും നമ്മുടെ ചുറ്റുപാടുകളെ കാണിച്ചു തരാൻ പറ്റുന്നുണ്ട്. തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ് പുറപ്പാട്.
മനുഷ്യനെ മനുഷ്യനായി കാണാതെ വേർതിരിക്കുന്ന എല്ലാ മതിൽക്കെട്ടുകളും തകരട്ടെ. ജനനത്തിനും മരണത്തിനുമിടയിൽ വിദ്വേഷത്തിൻ്റെ കനലുകളില്ലാത്ത ഒരു തെളിനീറായി ജീവിതം ഒഴുകട്ടെ. വരും തലമുറയും അത് തുടരട്ടെ. മനുഷ്യൻ എന്നത് നിർവചിക്കാനാവാത്ത വിധം സുന്ദരമായൊരു പദമാണെന്ന് ലോകം കാണട്ടെ. പുറപ്പാടിലെ കാഴ്ചകൾ കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. മറ്റൊരു തത്വ വിശേഷങ്ങളുമായി വീണ്ടും